അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ആയുസ് മുഴുവൻ, അതായത് ഏകദേശം 83 വർഷം നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന അത്രയും പുണ്യം വെറും ഒരു രാത്രി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായ ലൈലത്തുൽ ഖദ്റിനെക്കുറിച്ചും ആ മഹത്വം വിളിച്ചോതുന്ന സൂറത്തുൽ ഖദ്റിനെ കുറിച്ചിട്ടുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലെങ്കിൽ മനസ്സമാധാനം ആഗ്രഹിക്കുന്നവർ, ഇവർക്കെല്ലാം ഖുർആൻ നൽകുന്ന വലിയൊരു ആശ്വാസമാണ് സൂറത്തുൽ ഖദ്ർ. വെറും 5 വരികൾ മാത്രമുള്ള ഈ ചെറിയ സൂറത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും? ഇതിൻ്റെ രഹസ്യങ്ങളും മഹത്വങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ഖുർആനിലെ 97-ാം അധ്യായമായ സൂറത്തുൽ ഖദ്ർ നമ്മളിൽ മിക്കവരും മനഃപ്പാഠമായിരിക്കും. എന്നാൽ ഈ സൂറത്ത് വെറുതെ ഓതിപ്പോകുന്നതിനപ്പുറം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അതിശയിപ്പിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. വുളൂഇന് ശേഷം ഇത് ഓതിയാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? നമ്മുടെ മരിച്ചവർക്ക് വേണ്ടി ഇത് ഓതുന്നത് കൊണ്ടുള്ള ഗുണമെന്താണ്? ഈ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് സൂറത്തുൽ ഖദ്ർ. ആകാശലോകത്തു നിന്നും ഭൂമിയിലേക്ക് മലക്കുകൾ കൂട്ടമായി ഇറങ്ങി വരുന്ന ഒരു രാത്രിയെക്കുറിച്ചിട്ടാണ് ഈ സൂറത്ത് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നായ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളുണ്ട്. 1000 മാസത്തേക്കാൾ പുണ്യം. ഒന്നാമതായി അള്ളാഹു ഈ സൂറത്തിലൂടെ നമുക്ക് നൽകുന്നത് വലിയൊരു വാഗ്ദാനമുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന ആ പുണ്യരാവിനെക്കുറിച്ച്. ആ ഒരൊറ്റ രാത്രിയിലെ ആരാധന 1000 മാസത്തേക്കാൾ ആരാധനയേക്കാൾ ഉത്തമമാണ്. അതായത് 83 വർഷം തുടർച്ചയായി ആരാധന നടത്തുന്നതിന് തുല്യമായ പ്രതിഫലം ഈ ചെറിയ സൂറത്ത് പ്രതിപാദിക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാം. സമാധാനത്തിൻ്റെ രാവ്. ഈ സൂറത്ത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, ഒരു സമാധാനമാണ്. രാത്രി പ്രഭാതം വരെ മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മാലാഖയും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഭൂമിയിൽ സമാധാനം നിറയുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിനും വീടുകളിലെ ബർക്കത്തിനും ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് ഏറെ ഉത്തമമാണ്. പാപമോചനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപമോചനമാണ്. വിശ്വാസത്തോടും പ്രതിഫലത്തോടും കൂടി ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് ഓതിയാലുണ്ടാകുന്ന ഗുണങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, വുളൂഇന് ശേഷം ഈ സൂറത്ത് ഓതുന്നത്, സൂറത്തുൽ ഖദ്ർ ഓതുന്നത് നമ്മുടെ പദവികൾ ഉയർത്താനും മനഃശാന്തി ലഭിക്കാനും സഹായിക്കുമെന്നാണ്. കടബാധ്യതകൾ ഉള്ളവർക്കും വിഷമങ്ങളിൽ കഴിയുന്നവർക്കും അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് ഈ സൂറത്ത് അധികമായി ഓതാവുന്നതാണ്. ഖദ്ർ എന്ന വാക്കിനർത്ഥം വിധി എന്നാണ്. ആദരവ്, പരിധി എന്നിങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട്. ഈ രാത്രിയിൽ അള്ളാഹു ആ വർഷത്തെ മനുഷ്യരുടെ ആയുസ്, ഉപജീവനം, സംഭവങ്ങൾ, ഭക്ഷണങ്ങൾ എന്നിവ നിശ്ചയിക്കുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മക്കായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് ലഭിക്കും. ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ ഉത്തമമാകുന്നു. നമ്മുടെ ആയുസ് മുഴുവൻ ആരാധനയിൽ മുഴുകിയാൽ ലഭിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം ഒരു രാത്രിയിലൂടെ അള്ളാഹു നൽകുന്നു. ഇത് അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ വലിയൊരു ബോണസാണ്. ഈ സൂറത്ത് അധികമായി ഓതുന്നത് പുണ്യരാവ് ലൈലത്തുൽ ഖദ്റിനെ ഓർമ്മിക്കാനും അത് കണ്ടെത്താൻ പരിശ്രമിക്കാനും നമ്മെ സഹായിക്കുന്നു. ഹദീസുകളിൽ ഇപ്രകാരം കാണാം: ഒരാൾ വുളൂഇന് ശേഷം സൂറത്തുൽ ഖദ്ർ ഒരിക്കൽ ഓതിയാൽ അയാൾ സിദ്ദീഖീങ്ങളുടെ, സത്യസന്ധരുടെ കൂട്ടത്തിലും, 2 തവണ ഓതിയാൽ ശുഹദാക്കളുടെ, രക്തസാക്ഷികളുടെ കൂട്ടത്തിലും, 3 തവണ ഓതിയാൽ അന്ത്യനാളിൽ അമ്പിയാക്കളോടൊപ്പവും പ്രവാചകന്മാരോടൊപ്പം അള്ളാഹു അവനെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറയപ്പെടുന്നു. മരിച്ചവർക്കായി ഈ സൂറത്ത് ഓതുന്നത് അവരുടെ ഖബറിലെ ശിക്ഷ ലഘൂകരിക്കാനും വെളിച്ചം ലഭിക്കാനും കാരണമാകുമെന്ന് പല മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.
രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 11 തവണ ഈ സൂറത്ത് ഓതുന്നത് പേടി സ്വപ്നങ്ങൾ കാണാതിരിക്കാനും സുരക്ഷിതമായി ഉറങ്ങാനും സഹായിക്കും. ഭക്ഷണത്തിലും സമ്പാദ്യത്തിലും ഐശ്വര്യം ഉണ്ടാകാൻ ഈ സൂറത്ത് പതിവാക്കുന്നത് നല്ലതാണ്. പാനീയങ്ങളിൽ ഓതി മന്ത്രിച്ച് കുടിക്കുന്നത് ആന്തരികമായ അസുഖങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയേറെ മഹത്വമുള്ള ഈ കൊച്ചു സൂറത്ത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന പുണ്യരാവുകളിൽ അർഹിക്കുന്ന രീതിയിൽ സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ വെറുതെ കേട്ടുപോകാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തി തുടങ്ങാനുള്ളതാണ്. വുളൂവിന് ശേഷം ഉറങ്ങാൻ നേരത്തും ഈ സൂറത്ത് പതിവാക്കിയാൽ ഇന്നു മുതൽ നമുക്ക് തീരുമാനിക്കാം എങ്ങനെ ചെയ്യണമെന്ന്. ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന സൂറത്തുൽ ഖദ്റിനെക്കുറിച്ചിട്ടുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരികയും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യട്ടെ. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ പ്രാർത്ഥനയും എന്നെയും ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്.